ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിന്നുവിൻ്റെ പിറന്നാളാണ് നാളെ. അപ്പം പിറന്നാളിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വന്നത് ഇത് ചെറുഴ പുഴയുടെ ഭാഗത്തേക്കാണ് വന്നിട്ടുണ്ടായത്. കണ്ടില്ലേ? അപ്പം തുടങ്ങാം അല്ലേ? ഇത് കണ്ടില്ലേ? ഒരു 4 വാങ്ങിയിട്ട് ഊതി വീർപ്പിക്കാൻ പെട്ട പാട് ഒരു രക്ഷയില്ല. കുറേ സമയം അതിനു വേണ്ടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ 4 വീർത്ത് വന്നു. ഒരു രക്ഷയുമില്ലാത്ത 4 തന്നെയായിപ്പോയത്. അത് കഴിഞ്ഞ് മിന്നുവിന മുടി വാരിയൊന്നും റെഡിയാക്കാനൊന്നും പറ്റില്ല. എന്നാൽ പോലും അവളെ അത്യാവശ്യം രീതിയിൽ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിൽക്കുന്നുമില്ല, ഉറക്കത്തിലായിരുന്നു ആളുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നിന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അവൾക്ക് ഉഷാറേ ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നിനും ഒരു താല്പര്യം ഉണ്ടായില്ല. നിൽക്കുമോളെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി ഓടുമായിരുന്നു. പിന്നെ എങ്ങനെയല്ലോ കുറച്ച് നേരം നമ്മൾ കാറിൻ്റെ മേലെയെല്ലാം പിടിച്ചിരുത്തി കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്തു. പിന്നെ കുപ്പായി ഊരണം എന്ന് പറഞ്ഞാൽ കുപ്പായി ഊരിയിട്ട് ചൂടുണ്ടാവേ, അങ്ങനത്തെ പൊരിയുന്ന വെയിലല്ലേ, പിന്നെ ചൂടെടുക്കാതിരിക്കുമോ? നമുക്ക് തന്നെ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു. ആ ഫ്രോക്ക് ഇടണ്ട പറഞ്ഞിട്ട് ഒരു ജാതി കരച്ചിലായിരുന്നു. പിന്നെ പറഞ്ഞു പാർക്കിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഏതായാലും ഫ്രോക്ക് ഇടിപ്പിച്ചതല്ലേ, പാർക്കിലേക്ക് പോകുന്ന തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോയി. കണ്ടില്ലേ, ഞാനും ഇതിലേക്ക് കയറാമെന്ന് വെച്ച് കയറി. ഞാൻ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ തന്നെ കറക്കണമായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെയും കറക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഏട്ടനതാ തള്ളിവിട്ടപ്പോൾ ഇതല്ലേ പോകുന്നത്, ജെറ്റ് പോലെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തല കറങ്ങുന്നതുകൊണ്ട് ഞാൻ അധികം നേരം അതിലിരുന്നില്ല. പിന്നെ മക്കളായി അതിൽ കറക്കം അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാ വെറുതെ ചെയ്ത് റിസ്ക് എടുക്കുന്നത്, നമ്മൾക്ക് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ അല്ലേ കണ്ടത്, വവ്വാല് തൂങ്ങുന്ന പോലെ തൂങ്ങി നിൽക്കുവാണ് ഇവള്. അപ്പോൾ ഇവള് റെഡിയാക്കാൻ പൊന്നു പോയി. പൊന്നു വന്നിട്ട് റെഡിയാക്കി കൊടുത്തത് നിരങ്ങി വീഴുന്നു. ഇതിൻ്റെ ഒത്ത നടക്കൊരു മരമുണ്ട്, അത്തിപ്പഴാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഒരു ഊഞ്ഞാലിൽ തന്നെ രണ്ടാളും എന്തൊരൊത്തൊരുമ അല്ലേ. രണ്ടാളും അടിപിടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞില്ലേ ഇതിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഒരാളെ പിടിച്ച് കീക്കുമ്പോഴത്തേക്ക് മറ്റാളതാ പൊങ്ങിപ്പോയി. അങ്ങനെയല്ലായിരുന്നു ഇവിടുത്തെ പരിപാടി. പിന്നെ കുറച്ച് പിള്ളേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മിന്നുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്വന്തം സൂര്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ലഡുവൊക്കെ വാങ്ങാൻ ബേക്കറി കയറി ലഡുവൊക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തി. അപ്പം പിറന്നാൾ ദിവസമായി കേട്ടോ. തലേ ദിവസത്തെ വീഡിയോസാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത്. അപ്പം 2 ദിവസത്തെ വീഡിയോ ഒറ്റൊരു വീഡിയോയിലാക്കി മാറ്റാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വെറുതെ എന്തിനാ മെനക്കേട്, ഒന്ന് പറശ്ശിനി പോവാന്ന് വിചാരിച്ച് കഴിഞ്ഞതാണേ. മുട്ടായി 2 കൂടെ എടുക്കണം. അച്ഛനും അമ്മമ്മേലും ഇല്ലയോ? കുഞ്ഞോളെ അമ്മമ്മക്ക് ഒന്നും കൂടി കൊടുക്കുന്നു. പിന്നെ പോയത് അംഗൻവാടിയിലേക്കായിരുന്നു കുഞ്ഞുമക്കൾക്കെല്ലാം ലഡു കൊടുക്കാൻ വേണ്ടിയിട്ട്. ടീച്ചർക്ക് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ശൈല ടീച്ചർക്കും കൊടുക്ക്. ശൈല ടീച്ചർ എല്ലാവർക്കും കൊടുത്താ. അപ്പം പറശ്ശിനിക്ക് കുറച്ച് ദൂരമുണ്ടേ. അപ്പം എണ്ണ അടിക്കാതെ പോകാനും കഴിയില്ലല്ലോ. പച്ചവെള്ളം അടിച്ചിട്ട് ഓടുവാണെങ്കിൽ എന്തൊരു നല്ലതായിരുന്നു. എണ്ണ അടിച്ച് കുടുംബം വെളുക്കുമെന്നാണ് തോന്നുന്നത്. എത്ര വണ്ടിക്കാണ് എണ്ണ അടിക്കേണ്ടത്? അപ്പം ഏതായാലും ഇന്നലത്തെ പോക്കിനൊരെണ്ണയായി. അപ്പം ഇന്നത്തെ പോക്കിനുള്ള എണ്ണ ഉണ്ടാവില്ല എന്ന് കരുതി നമ്മളൊരു 1000 രൂപയ്ക്ക് എണ്ണ അടിച്ചു. എന്നിട്ട് യാത്രയായ സമയത്ത് എത്രയോ സ്ഥലങ്ങളിൽ ബ്ലോക്ക്. ഇങ്ങനെ എന്താണെന്നറിയില്ല, ഇന്ന് ഫുള്ളും ബ്ലോക്കും ആയിരുന്നു. എവിടെ നോക്കിയാലും ബ്ലോക്കായിരുന്നു. കാരണം റോഡ് പണിയൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിലാണെങ്കിൽ മുടിഞ്ഞ തിരക്കാണ്, അമ്മാതിരി തിരക്ക്. ഒരു സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്ന പോലത്തെ തിരക്കായിരുന്നു. നമ്മളെ പിറന്നാൾ കൂട്ടി നല്ല ഉറക്കത്തിലാണേ.
പിന്നെ നമ്മൾ പാർക്കിംഗ് എങ്ങനെ പാർക്ക് ചെയ്യുന്നില്ല കൺഫ്യൂഷൻ ഇരിക്കുവാണ്. അപ്പോഴതാ ഒരു വണ്ടി മുന്നിൽ മാറി തന്നു. അപ്പോൾ അവിടെ സൈഡാക്കി നല്ല രീതിയിൽ ഒതുക്കി നിർത്തി. കണ്ടില്ലേ, ഇതാ വെള്ളം ചീറ്റുന്ന ഫാൻ. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ തോത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാലൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. മെയിൻ നമ്മൾ ഇന്ന് തന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൂസിന് ചോറ് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ വന്നതാണ്. അപ്പം 168ാമത്തെ ടോക്കണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് വാവേനെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. പിന്നെ ചോറൊക്കെ കൊടുത്ത് പിന്നെ അതിൽ പയറും ചായയും കുടിക്കാൻ കയറി. എൻ്റെ പയറ് തെച്ചോളെടുത്തു. പയറൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ആദ്യമേ അമ്പലത്തിൻ്റെ ഇതിലേക്ക് നടന്നു. ഇങ്ങനെ ഒരു പ്രകൃതി സുന്ദരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കണോ വേണ്ടിയോ എന്നില്ല, രണ്ട് മനസ്സിലായിരുന്നു ഉണ്ടായത്. എന്തായാലും മുത്തപ്പൻ്റെ പ്രസാദമായ ചോറും കറിയൊന്നും കഴിക്കാതെ പോകാൻ എനിക്ക് അത്ര മനസ്സ് വരുന്നില്ല. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് മക്കളെയും കൂട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് ഇത് കണ്ടില്ലേ, സാധാ പരിപ്പ് കറിയും മോര് കറിയും നല്ല സ്വാദാണ് കഴിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഭയങ്കര വെയിലായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പൊന്നും നല്ല മൊണ്ണ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തോ ഭാഗ്യമെന്ന് പറയാം, ഇന്ന് ഫുൾ കടയടവായിരുന്നു. അതുകൊണ്ട് ഒരു കച്ചറിയും ഉണ്ടായിരുന്നില്ല. അത് വേണം ഇത് വേണം എന്ന ആ ഒരു അലമ്പ് പാട്ടൊന്നും ഇന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, നമ്മളെ കുട്ടപ്പൻ പൊരിഞ്ഞുണങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ കയറിയിരുന്ന് എന്നെ സമ്മതിക്കണം. അത് നമ്മൾ പോകലായി. നമ്മുടെ വിസ്മയിൽ ഇതുവരെ പോയില്ല. ഒരു ദിവസം പോകണം എപ്പം വിചാരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് ധർമ്മശാലയിൽ നമ്മളെ ഉപ്പിലിട്ടത് നമ്മൾ മാടി മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നേതായാലും എടുത്തിട്ട് തിന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നേതായാലും എടുത്ത് ചേച്ചി മുണ്ടച്ചക്ക എടുത്ത് തന്നു. ഞാൻ മുണ്ടച്ചക്ക കഴിച്ചു. അത് കഴിഞ്ഞ് മോരും വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ച് നമ്മൾ യാത്രയാവുകയാണ്. സമയം ഒട്ടുമില്ല. നമ്മൾ അവിടെ എത്തിയിട്ട് വേണം എനിക്ക് കേക്ക് മുറിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, എത്ര വർഷം പഴക്കമില്ല പാലായിരിക്കും. എന്ത് രസമായിട്ടുണ്ടല്ലേ ഈ പാലം. ആരെ പറഞ്ഞാളാ ഇന്ന്? എത്രാമത്തെ വയസ്സ്? ഒരു വയസ്സായി. നമ്മളിതാ പോവാൻ തുടങ്ങി. അപ്പം പോകുന്ന വഴിക്കാന്ന് കേക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേക്കൊക്കെ വാങ്ങി നമ്മളാ പിള്ളേഴ്സും ഏട്ടനും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. നമ്മുടെ സ്വന്തം നരമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെത്തി, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളെ കുറവുണ്ടിന്ന്. അപ്പം എല്ലാവരും കൂടി ഒന്ന് കേക്ക് മുറിക്കാം, ഒരു വൈബാക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഷിൽജൂരിയും ശില്പേരിയും വക ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പരിപാടികൾക്കൊക്കെ ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതുണ്ടല്ലേ നമ്മുടെ പാറ, നമ്മുടെ സ്വന്തം പാറ. അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ, ഇത്രയും സൂപ്പർ പ്ലേസ് നമുക്ക് തൊട്ടടുത്തുണ്ടാവും. നമ്മൾ പിന്നെ എന്തിനാ വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത് പറയുന്ന പോലെ നമ്മളതുകൊണ്ടാണ് നമ്മൾ ഇവിടത്തേക്ക് തന്നെ വന്നത്. മക്കൾസെല്ലാം ഓടിച്ചാടി കളിക്കാനും ഒരു പ്രശ്നമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മക്കളെ കുറേ അല്ലറച്ചിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ബലൂണും കൊണ്ട്. സൈതാട്ടനെ പിന്നെ പറയേ വേണ്ട, സൈതാട്ടൻ കുഞ്ഞാട്ടനെയും കൊണ്ട് അങ്ങനെയും ഇങ്ങനെയും കളിപ്പിച്ച് നല്ല രസമായിരുന്നു പിള്ളേർക്കായാലും. പിന്നെ പച്ചപ്പുല്ല് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് വീണാലും അങ്ങനെ വലിയ രീതിയിൽ പരിക്ക് പറ്റാത്തതുകൊണ്ടും പിന്നെ സേഫാണ്, നമ്മൾ അങ്ങനെ ഇറക്കി വിട്ടാൽ മതി. പിന്നെ ചെറിയ ചെറിയ അവിടെ ഇവിടെ ഉരുളക്കല്ലുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പം 4ാമത്തെ പിറന്നാളാണ് എൻ്റെ മിന്നു കാന്താരിയുടെ. അപ്പം അന്നത്തെ ദിവസം തന്നെയാണ് നമ്മുടെ സൈതാട്ടിൻ്റെയും പിറന്നാൾ, അതായത് മിനുവിൻ്റെ മാമൻ്റെയും മോളെയും പിറന്നാൾ ഒരേ ദിവസമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആഘോഷിക്കാൻ ഇന്ന് തീരുമാനിച്ചതും. അപ്പോൾ നമ്മളെല്ലാം കേക്ക് മുറിച്ച് അടിപൊളിയാക്കുമായിരുന്നു പിറന്നാൾ. എന്താണ്ടില്ലേ, ആ സാധനം പൊട്ടിക്ക് പറഞ്ഞിട്ട് പൊട്ടുന്നില്ല പറഞ്ഞിട്ട് അവസാനം പൊട്ടിപ്പോയതും കാറ്റിനെങ്ങോ പോയി. നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരുന്നു പോയത്. കാറ്റെടുത്തിട്ടേ പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉണ്ണി അതിലില്ലതും കൊണ്ട് ഉണ്ണി മിനുവിൻ്റെ മേത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു, അതും കാറ്റും കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് കേക്കൊക്കെ മുറിച്ച് പിന്നെ സൈത്താട്ടിനോടൊന്നും സൈത്താട്ടാ നിങ്ങളെയും മുറിക്ക്, നിങ്ങളെയും കൂടെ പിറന്നാളല്ലേ പറഞ്ഞിട്ട് സൈത്താട്ടിന് മുറിക്കുമായിരുന്നു.
സൈഡിൽ ഇങ്ങോട്ട്. ഹാപ്പി ബർത്ത്ഡേ. പിടിക്കണേ അത് കേക്കിലെന്നാണ്. ഒന്നും കൂടി കേക്കിലേക്ക് നോക്ക്. പൊന്നുന്റെ തല. ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇതാ കൊക്കുകൾ ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട്. അത് കണ്ടിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര കൗതുകമായി. അതാ കുഞ്ഞാറ്റ അതിൻ്റെ പയ്യേ പോകാൻ നോക്കി. കണ്ടില്ലേ അത് കഴിഞ്ഞ് മിനൂസിന് ഇതാ എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. മിനൂസിൻ്റെ മുട്ടായി എല്ലാം എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുത്ത് നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി പിള്ളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ മക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റൊരു റീല് നമ്മളെ ഏച്ചിക്കുട്ടീനെയും കൂട്ടിയിട്ട് നമ്മൾ ചെയ്തു. പെട്ടെന്നായിരുന്നു. നമ്മുടെ സൂര്യൻ താഴേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യണമെന്ന ഒരു ഇതിൽ വേഗം ചെയ്തതായിരുന്നു. അതുകൊണ്ടില്ലേ സൂര്യൻ ഇവിടെ എത്തി. അപ്പം വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അല്ല കുഞ്ഞാറ്റൊന്നും ഒരു രക്ഷയിലായിരുന്നു. ഇരിക്കാൻ പറയുമ്പോൾ എണീച്ച് പോകുന്ന ആളാണ്. പിന്നെ എങ്ങനെയല്ലോ പേടിച്ചാടി ഇരിക്കുന്നുണ്ട്. പിന്നെ പുതിയ ഡാൻസറേയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ റീല്. ഏച്ചിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു റീൽ ചെയ്യാൻ. ആൾ തികയാത്തതുകൊണ്ട് ഏച്ചിനെയും കൂട്ടി. ഏച്ചി നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി മുതൽ നമ്മുടെ ഡാൻസിലപ്പുറം ഏച്ചി ഉണ്ടാവുന്നതാണ്. പിന്നെ സൈത്താണ്ടൊന്നിച്ചാണ് മക്കൾ പോയിട്ടുണ്ടായത്. നമ്മൾ പിന്നെ കാറെടുത്ത് വയ്യേ പോയി. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ റോണോട്ടിനെടുക്കുന്ന കളിയായിരുന്നു. എന്തൊക്കെയായിരുന്നു. പിന്നെ ഇവിടുന്ന് വരുന്നേ ഇല്ല, എങ്ങനെയൊക്കെയോ വിളിച്ചു കൂട്ടി പോകാൻ നിൽക്കുമ്പോൾ ആ റോനോട്ടിൻ്റെ റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ പരിപാടിയായിരുന്നു അവിടുന്ന്. കണ്ടില്ലേ മിനൂസ് റോനോട്ടിൻ്റെ റൂമിൽ കയറി ഫാനൊക്കെ ഇടുവാണ്. അപ്പം വരാനില്ലേ ഒരു ഇതൊന്നുമില്ല. നമ്മൾ അമ്മയുടെ അടുത്ത് പോയി ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.